ഹലോ ഹായ്. ഡിക്റ്ററ്റീവ് ഉജ്ജ്വലൻ ഒരു ധ്യാൻ ശ്രീനിവാസൻ സിനിമ കണ്ടിറങ്ങി. രാഹുൽജിയും അതുപോലെ തന്നെ ഇന്ദ്രനിൽ ജി കെയും കൂടിയാണ് രണ്ടുപേര് ചേർന്നിട്ടാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോ. കിട്ടിലൻ എഡിറ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് എഡിറ്റിങ്ങും അതുപോലെ തന്നെ കളറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മലയാള സിനിമയിൽ കാണുന്ന ടൈപ്പ് കളറിങ്ങേ അല്ല. ഒരു വേറെ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ട് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. കാരണം തുടക്കം മുതൽ അവസാനം വരെ അവർ ആ കൊടുത്തിരിക്കുന്ന എന്താ പറയുക കളറിങ് കാണുമ്പോൾ ആ സ്ക്രീനിൽ ചില ഫ്രെയിമുകളിൽ ആ കളറിങ് വരുമ്പോൾ ഭയങ്കര കുളിർമ തോന്നും. അത് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് RC, ക്യാമറ ചെയ്തിരിക്കുന്നത് പ്രേം അക്കാട്ടു. ഞാൻ ഇതിന് മുമ്പ് വേറെ പേരുകളൊന്നും കണ്ടിട്ടില്ല, ഇനി വേറെ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രെയിമുകൾ. സിനിമ നടക്കുന്നത് ഒരു ചെറിയൊരു ഗ്രാമത്തിലായതുകൊണ്ട് ആ ഗ്രാമത്തിലെ ഫ്രെയിമുകളിൽ ഈ പറയുന്ന കളറിംഗ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. ടെക്നിക്കലി സിനിമ അടിപൊളിയാണ്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ കുറച്ച് നെഗറ്റീവും കുറച്ച് പോസിറ്റീവും ഉണ്ട്. ആ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനങ്ങൾ എനിക്ക് ഭൂരിഭാഗം ഇടത്തും പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതുവരെ സിനിമ കിട്ടിലനായിട്ട് നമുക്കൊരു മടുപ്പില്ലാതെ എൻഗേജഡ് ആയിട്ട് ഒട്ടും ലാഗില്ലാതെ എന്നാൽ അല്പസ്വല്പം ത്രില്ലിങ് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ട് കാണാൻ പറ്റും. ക്ലൈമാക്സിൽ എത്തിയപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്, അതായത് നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഞാൻ വരാം. സിനിമ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ അറിയാമല്ലോ, അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള ആളാണ് ഞാനൊരു ബോംബ് സ്റ്റാർ ആണെന്നുള്ളത്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമാ ജീവിതത്തിലെ ബെസ്റ്റ് സിനിമ, അതിൽ കുറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. കാരണം അത് ബെസ്റ്റ് സിനിമയെന്ന് മാത്രമല്ല, അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ, ഒരു ഡിക്റ്ററ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ക്യാരക്ടർ തുടക്കം മുതൽ അവസാനം വരെ ഒരേ പാറ്റേണിൽ ഒട്ടും എനർജി കുറയാതെ ആ കറക്റ്റ് പാറ്റേൺ പിടിച്ചിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒപ്പം സിജു വിൽസൺ ഉണ്ട്, കോട്ടയം നസീർ, അതുപോലെ തന്നെ നവാസ്. സിനിമ തുടങ്ങുമ്പോൾ നവാസും കോട്ടയം നസീറും കൂടിയുള്ളൊരു എന്താ പറയുക സംഭാഷണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ ഒരു അല്പം ഇവർ പഴയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കണ ഒരു ഡയലോഗായിട്ട് എനിക്ക് തോന്നുന്നത്. പഴയ കോമഡി, അലമ്പ് കോമഡി ആയിരുന്നു. എനിക്കത് ഇത്തിരി അത്ര സുഖമായിട്ട് തോന്നിയില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങ് സിനിമ കുറേയും കൂടി ബിലീവായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. പുറത്ത് മഴയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു നോയ്സ് ഉണ്ടായേക്കാം, ക്ഷമിക്കുക. അപ്പോൾ സ്പോയിലർ ഇല്ലാതെ പറയുകയാണെങ്കിൽ, സിനിമയുടെ ഒരു ബേസ് പറയുകയാണെങ്കിൽ, ഒരു പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു ഒരു സാങ്കല്പിക ഗ്രാമം. ഇപ്പോൾ നമ്മൾ മിന്നൽ മുരളിയിലൊക്കെ പറയുന്ന പോലെ കുറുക്കമ്മൂല എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം. അതിനകത്തൊരു 10, 50, 60 വീടുകൾ മാത്രമുള്ള ഒരു 250 താഴെ മാത്രം ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ എന്താ പറയുക, ഒരു അധികം ജോലിക്കൊന്നും പോവാതെ ഒരു ലൈബ്രറി നടത്തുന്ന, എന്നാൽ ആരും കയറാത്ത ഒരു ലൈബ്രറി. അതിനുള്ളിലാണെങ്കിൽ കുറേ ഡിക്റ്ററ്റീവ് നോവലുകൾ. ആ ഡിക്റ്ററ്റീവ് നോവലുകൾ വായിച്ച് സ്വയം ഞാനൊരു അന്വേഷണിയാണ്, അല്ലെങ്കിൽ ഒരു ഡിക്റ്ററ്റീവാണ്, അന്വേഷകനാണ്, ഡിക്റ്ററ്റീവാണെന്നുള്ളൊരു സ്വയം പറഞ്ഞു നടക്കുന്ന ഒരു എന്താ പറയുക ഒരു നായകനാണ് ഡിക്റ്ററ്റീവ് ഉജ്ജ്വലൻ. അദ്ദേഹം അവിടുത്തെ എന്താ പറയുക ആടും അടക്കയൊക്കെ കളവ് പോകുന്നത് കണ്ടുപിടിക്കുക. ആ ഗ്രാമത്തിൽ വളരെ ചുരുക്കം ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അധികം ക്രൈമുകൾ നടക്കില്ല. പരസ്പരം ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമമായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും അധികം പണിയില്ല. പോലീസ് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ റോണി ഡേവിഡാണ് SI ആയിട്ടുള്ളത്. ഒരു കഴിവുമില്ലാത്ത, അധികം കേസും ഇല്ല എന്നാൽ ഒരു കഴിവുമില്ലാത്തൊരു പോലീസ് സ്റ്റേഷനും SIയും. അവിടേക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മോഷണങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് ആ മോഷണങ്ങൾ കണ്ടെത്തുന്ന ഒരു ഡിക്റ്ററ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതാണ് ധ്യാൻ ശ്രീനിവാസൻ. തുടക്കം മുതൽ അവസാനം വരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങ് ഇത് ഈ പറയുന്ന പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഗ്രാമം വളരെ ബിലീവായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. സിനിമ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു സീരിയൽ കില്ലിങ്, അല്ലെങ്കിൽ ഒരു ത്രില്ലർ, ഒരു സൈക്കോ കില്ലിങ് പരിപാടിയുള്ള ഒരു സിനിമയാണ്. പക്ഷേ സാധാരണ മലയാളത്തിൽ അല്ലെങ്കിൽ വേൾഡിലുള്ള സിനിമ ഈ പറയുന്ന സീരിയൽ കില്ലിങ് സിനിമകൾ അവതരിപ്പിക്കുന്ന മൂഡിൽ എല്ലാവരും അവതരിപ്പിച്ചിരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. ഞാൻ തുടക്കം പറഞ്ഞ പോലെ ഈ പറയുന്ന ടെക്നിക്കലി അവർ കൊണ്ടുവന്നിരിക്കുന്ന ചില സാധനങ്ങൾ പോലും വളരെ വ്യത്യസ്തമായി, എന്നാൽ വളരെ രസകരമായിട്ട് ബിലീവായിട്ട് അവർ അവതരിപ്പിക്കുന്നു. ആ പറയുന്ന പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഗ്രാമവും അവിടുത്തെ അന്തേവാസികളൊക്കെ ഭയങ്കര ബിലീവബിൾ ആയിട്ട് അവർ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒരു ബ്രില്യൻസ്. രാഹുൽജിയും അതുപോലെ തന്നെ ഇന്ദ്രനീലും GK നല്ല കഴിവുള്ള ഡയറക്ടർമാരായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് അങ്ങ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നു. അവിടെ നിന്നാണ് സിജു വിൽസൺ അവിടെ കേസ് അന്വേഷിക്കാൻ വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. പക്ഷേ
സിനിമയിൽ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ നമ്മൾ ഒരു സൈക്കോ സിനിമ പറയുമ്പോൾ ആ സൈക്കോ ആയിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ, ആ സൈക്കോ ആയിട്ടുള്ള ആൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാല്യകാലത്തിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ സിനിമ ഈ പറയുന്ന കണത്തിലുള്ള സിനിമകൾ പണ്ട് മുതൽ കാണുമ്പോൾ ഒരു ബാല്യത്തിൽ ഒരു ദുരന്തം അനുഭവിച്ചിട്ടുള്ള ഒരു വില്ലനായിരിക്കും. അത് ഈ സിനിമയിലുണ്ട്. അത് അവിടെ എത്തുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ക്ലീശ അനുഭവപ്പെടുന്നു. പിന്നെ അവിടെ ഒരു കഥാപാത്രം കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ബിലീവബിൾ ആയിട്ടുള്ള അവതരിപ്പിച്ചിട്ടുണ്ട്. ജഗദീഷ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടെ നിന്ന് അങ്ങ് കുറച്ചും കൂടി രസമാവുന്നുണ്ട്. അവിടം വരെ രസമാവുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അങ്ങ് പിന്നെ ഈ പറയുന്ന ട്വിസ്റ്റിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇത്തിരി സുഖകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നെഗറ്റീവായിട്ട് ഭവിച്ചത്. ആ ക്ലൈമാക്സിൽ വന്നിട്ടുള്ള നെഗറ്റീവ് പരിപാടി ഇല്ലായിരുന്നെങ്കിൽ സിനിമ വേറെ മാതിരിയായേനെ. പിന്നെ ഈ സിനിമയുടെ പല എന്താ പറയുക ഫ്രെയിമുകളും കുഞ്ഞിരാമായണം, അതുപോലെ തന്നെ മിന്നൽ മുരളിയുടെയൊക്കെ ഒരു ഷെയ്ഡ് പോലെ പല ഫ്രെയിമുകളും, അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഒരു റെഫറൻസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡ്യൂസർ നമ്മുടെ സോഫിയ പോളാണ്, വീക്കെൻഡാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റും കൂടി ഒരു പക്ഷേ ഓട്ടോമാറ്റിക്കലി വന്നതാണോ എന്നറിയില്ല. ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടർ ഫുള്ള് ആ ഒരു പാറ്റേണിൽ തന്നെ പിടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ധ്യാനിൻ്റെ ഒപ്പം തന്നെ പെർഫോമൻസ് സിജു വിൽസണും നടത്തിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, കേസ് അന്വേഷിക്കാൻ വരുന്ന ഒരു ഓഫീസറിൻ്റെ വേഷത്തിൽ. പിന്നെ കോട്ടൻ നസീർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സീമാജി നായർ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ കോട്ടൻ നസീർ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നാട്ടിലുള്ള കുറച്ച് പേര് അതിനകത്ത് എന്താ പറയുക, ഒരു നിഹാൽ നിസാം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു അവിടുത്തെ ഒരു കള്ളൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സീൻസ് ഒന്നുമില്ല, ഉള്ള സീൻസൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയണം. RC ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല സീനിനെയും ആ സീനിൻ്റെ ഒരു ഡെപ്തിനേക്കാൾ മുകളിൽ എടുത്തു വെക്കുന്നത് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. തുടക്കം മുതൽ നമുക്ക് ആ ഒരു കിക്ക് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയാണ് എന്നുള്ളൊരു സാധനം തുടക്കം മുതൽ പമ്പ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കലി മറ്റുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടോട്ടലി നോക്കുമ്പോൾ സിനിമ എന്താ പറയുക, ഈ ലാഗൊന്നും ഇല്ലാതെ മടുപ്പൊന്നും ഇല്ലാതെ നല്ല രസമായിട്ട് കണ്ടിരിക്കാം. പക്ഷേ അവസാനം എത്തുമ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന കുറച്ച് ക്ലീശേ പരിപാടികൾ, അവർ ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ച സാധനങ്ങളെല്ലാം ഇത്തിരി ക്ലീശയായിരുന്നു. അവിടെയൊക്കെ എന്തെങ്കിലും കുറച്ചും കൂടി തിങ്ക് ചെയ്ത് കുറേയും കൂടി രസമായിട്ട് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും ധ്യാൻ ശ്രീനിവാസൻ എസ്കേപ്ഡ്, എന്താ പറയുക, ഈ പറയുന്ന ബോംബ് സ്റ്റാറിൽ നിന്ന് ഒരു മാറ്റം എസ്കേപ്പായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അയാൾ. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.